കരുനാഗപ്പള്ളിയിൽ പട്ടാപ്പകൽ നടന്ന അരുംകൊലയുടെ നടുക്കത്തിലാണ് നാട്. ഗുണ്ടാ കുടിപ്പകയെ തുടർന്ന് ഗുണ്ടാ നേതാവ് അതുൽ വെട്ടിക്കൊല്ലപ്പെട്ട സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം അകലെയാണ് ദേശീയപാതയിൽ ഈ ചോരക്കളി നടന്നത്. ജിം സന്തോഷ് വധക്കേസിലെ പ്രതിയായ അതുൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ എത്തിയതായിരുന്നു. കൃത്യമായ പ്ലാനിങ്ങോടെ കാത്തുനിന്ന അക്രമി സംഘം അതുൽ മടങ്ങുന്ന സമയം നോക്കിയാണ് ആക്രമണം അഴിച്ചുവിട്ടത്. പോലീസിന്റെ മൂക്കിന് താഴെ നടന്ന കൊലപാതകം ക്രമസമാധാന നിലയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നു. 4 അംഗ അക്രമി സംഘം ഇന്നോവ കാറിലാണ് എത്തിയത്. സ്റ്റേഷനിൽ നിന്ന് മടങ്ങിയ അതുൽ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ ഇവർ അതിവേഗം പിന്തുടർന്നു. കരുനാഗപ്പള്ളിയിൽ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ വലിയ കുഴിയിലേക്ക് അതുലിന്റെ കാർ ഇടിച്ചിടുകയായിരുന്നു ആക്രമികളുടെ ആദ്യ ലക്ഷ്യം. വാഹനം കുഴിയിൽ വീണതോടെ പുറത്തിറങ്ങാൻ ശ്രമിച്ച അതുലിനെ 4 അംഗ സംഘം വളഞ്ഞു. വടിവാളുമായി എത്തിയ ആക്രമികൾ നിർദ്ദയം വെട്ടുകയായിരുന്നു. റോഡിലൂടെ മറ്റ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കവെയാണ് യാതൊരു ദയവുമില്ലാതെ സംഘം ഈ അരുംകൊല നടത്തിയത്. കൊല്ലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗുണ്ടാ സംഘമായ ബ്ലാക്ക് വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള കടത്തൂർ ടീമാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്ന സംശയം പോലീസിനുണ്ട്. കൃത്യം നടത്തിയ ശേഷം അക്രമികൾ അതിവേഗം സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. സംഭവത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കൊലപാതകത്തിന് പിന്നിൽ വ്യക്തമായ പകപോക്കലിന്റെ ചരിത്രമുണ്ട്. കഴിഞ്ഞ മാർച്ച് 27-നായിരുന്നു കരുനാഗപ്പള്ളി സ്വദേശിയും ഗുണ്ടാ നേതാവുമായ ജിം സന്തോഷ് കൊല്ലപ്പെട്ടത്. ഈ കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായിരുന്നു കൊല്ലപ്പെട്ട അതുൽ. സന്തോഷിനെ കൊന്നതിലുള്ള പ്രതികാരമാണിതെന്ന് പോലീസ് കരുതുന്നു. ജിം സന്തോഷും അതുലും തമ്മിൽ നേരത്തെയും ശത്രുത നിലനിന്നിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ മറ്റൊരു ഗുണ്ടാ നേതാവിനെ കുത്തിയ കേസിൽ സന്തോഷ് റിമാൻഡിലായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് അതുൽ ഉൾപ്പെടുന്ന സംഘം സന്തോഷിനെ വീട്ടിലെത്തി വെട്ടിക്കൊലപ്പെടുത്തിയത്. സന്തോഷിന്റെ മരണത്തിന് പിന്നാലെ കൊല്ലത്തെ ഗുണ്ടാ സംഘങ്ങൾക്കിടയിൽ ചേരിതിരിവ് ശക്തമായിരുന്നു. മാരകായുധങ്ങളുമായി പരസ്പരം വേട്ടയാടുന്ന ഗുണ്ടാ സംഘങ്ങൾ കൊല്ലം ജില്ലയിലെ ജനജീവിതത്തിന് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ വരുന്ന പ്രതികൾ പോലും സുരക്ഷിതരല്ലെന്ന അവസ്ഥയാണിപ്പോൾ. ദേശീയപാതയിലെ തിരക്കേറിയ സമയത്ത് നടന്ന ഈ ആക്രമണം വഴിയാത്രക്കാരെയും വലിയ ഭീതിയിലാഴ്ത്തി. വടിവാളുമായി ഗുണ്ടകൾ നടുറോഡിൽ അഴിഞ്ഞാടുമ്പോൾ ആർക്കും തടയാനോ ഇടപെടാനോ കഴിഞ്ഞില്ല. അക്രമികളെ പിടികൂടാൻ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയം പോലുള്ള വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും സ്വന്തം നാട്ടിലെ തെരുവുകളിൽ ചോരപ്പുഴ ഒഴുകുന്നത് ഗൗരവകരമാണ്. കൊല്ലത്തെ ഗുണ്ടാ സംഘങ്ങളെ അടിച്ചമർത്താൻ കർശനമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന.